എന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇങ്ങനെ ആ മുറ്റത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സ്കൂളാണ്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഈ മുറ്റത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓർമ്മകൾ ഒരു കടല് പോലെ മനസ്സിലേക്ക് ആർത്തിരമ്പുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ വിദ്യാലയമാണിത്. ഒരുപക്ഷെ അവർക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അങ്ങനെ ആവില്ല. ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ള പഴയ വിദ്യാർത്ഥിനികൾ ഈ മുറ്റത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ നിമിഷങ്ങൾ ഓർമ്മ വരും. പിന്നെയോ കുറേ മുഖങ്ങൾ ഓർമ്മ വരും. എല്ലാരെയും ഓർമ്മ വരില്ല. കൂടെ പഠിച്ച പലരെയും നമ്മൾ മറക്കും. കൂടെ പഠിച്ച പലരെയും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച പലരെയും ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. എല്ലാരെയും നമ്മൾ ഓർക്കില്ല. പക്ഷെ ചിലരെ നമ്മൾ ഓർക്കാതിരിക്കുകയുമില്ല. അതാണ്, ചിലരെ നമ്മൾ മറക്കില്ല. അപ്പം നിങ്ങൾ ആ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ കാറിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓട്ടോയിൽ ബൈക്കിലൊക്കെ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയും, ഇവിടെയായിരുന്നു ഉമ്മ പഠിച്ചത്, അല്ലെങ്കിൽ ഇവിടെയായിരുന്നു ഉപ്പ പഠിച്ചത്, അമ്മ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്കൂളിൻ്റെ നേരെ നിങ്ങളിങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളേ വരുള്ളൂ. കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മുഖങ്ങൾ. അതാ ഓർമ്മയുടെ മുറത്തിലിട്ട് നമ്മളിങ്ങനെ പാറ്റി നോക്കും. എല്ലാവരും ഒന്നും ഓർമ്മയിൽ നിൽക്കൂല അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കൂലേ, ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരെ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ടാ? അത് നമ്മുടെ ഓർമ്മശക്തി കൊണ്ടല്ല. നമ്മുടെ ഓർമ്മശക്തി കൊണ്ടാണെങ്കിൽ എല്ലാവരെയും ഓർക്കണ്ടേ? ചിലരെ മാത്രം ഓർക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരുടെ എന്തോ ഒരു മാജിക് കൊണ്ടാണ്. അവര് ഓർമ്മയിൽ നിൽക്കാൻ യോഗ്യരായതുകൊണ്ടാണ്. അതാ, ഇന്നലെ കണ്ണൂരിൽ ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് വരുന്നു. ചെറിയ കുട്ടികളുടെ ഒരു കോൺവെക്കേഷനാണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരു വീഡിയോ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടി വലിയ കുട്ടിയാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം എന്നാണ് ചോദിക്കണത്. അപ്പോൾ ഒരു 30 കുട്ടികളിൽ ഒരു 20 കുട്ടികളും പറഞ്ഞത് ടീച്ചറാകണമെന്നാണ് പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയോ? അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ അവര് കാണുന്ന മനുഷ്യരിൽ അവരെ ഏറ്റവും സ്വാധീനിക്കുന്നത് ആ ടീച്ചർമാരായതുകൊണ്ടാണ്. അതാ ടീച്ചർമാരുടെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു സ്വാധീനം ചെലുത്താൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. അത് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണോ? ആണോ? അതുപോലും മഹാഭാഗ്യമാണ്. കാരണം ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വിചാരിച്ചാൽ മതിയാവും ആ കുട്ടിയുടെ ജീവിതം മാറി മറിയാൻ. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വിചാരിച്ചാൽ മതിയാകും ആ കുട്ടിയുടെ ജീവിതം നേരെ തിരിച്ചാവാനും. അയാളുടെ ഒരൊറ്റ പെരുമാറ്റം മതിയാകും ആ കുട്ടിക്ക് സ്കൂളിനോടും പഠനത്തോടുമുള്ള എല്ലാ താല്പര്യവും ഇല്ലാതാവാൻ. ഏത് കാലം വരെ? അവസാന കാലം വരെ. അതാ, അവന് +2-ലെത്തുമ്പോഴും ഡിഗ്രിയിലെത്തുമ്പോഴും അവന് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? അവന് കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നുണ്ടായ ഒരനുഭവം മതിയാവും
നേരെ തിരിച്ചു. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വിചാരിച്ചാൽ മതിയോ ആ കുട്ടിയുടെ ജീവിതം കുറച്ചുകൂടെ തേജസ്സുള്ള ഒരു ജീവിതമായി മാറാൻ? അപ്പൊ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പാരന്റ് ആയിട്ടാവാം, വല്യപ്പയോ വല്യമ്മയോ ആയിട്ടാവാം, അയൽപ്പക്കത്തുള്ള ഒരാളായിട്ടാവാം, മാഷോ ടീച്ചറോ ആയിട്ടാവാം, നമ്മൾ പ്യൂണായി ജോലി ചെയ്യുന്ന സ്കൂളിലെ കുട്ടികളോടാവാം, നമ്മൾ കാണുന്ന കുട്ടികളാവാം, പള്ളിയിലും അമ്പലത്തിലും ഒക്കെ നമ്മൾ കാണുന്ന കുട്ടികളാവാം. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായി നമ്മൾ മാറിയുണ്ടല്ലോ, ഈ ആയുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ എത്രയോ കുട്ടികളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ അധ്യാപകരുടെ വാക്കും പ്രവൃത്തിയും സ്വാധീനം ചെലുത്തിയ ഒരു കലാലയത്തിന്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പഴയ ഒരു പാട്ടുണ്ട്, നമ്മുടെ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വല്യപ്പയും മോനും തമ്മിലുള്ള ബന്ധം. വല്യപ്പയും പേരക്കുട്ടിയും. പേരക്കുട്ടി ഇപ്പൊ വലിയ ആളായി, MBBS പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വല്യപ്പയുടെ മനസ്സിൽ അവൻ പഴയ പാച്ചുവാ, അവൻ വലുതാവില്ലല്ലോ. വല്യമ്മയുടെ വല്യപ്പാന്റെ മനസ്സിൽ കുട്ടികൾ വലുതാവില്ലല്ലോ. അപ്പൊ വല്യപ്പാന്റെ മനസ്സിൽ അവൻ പഴയ പാച്ചുവാ. അപ്പൊ ആ പാച്ചുവിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നതിനിടയിലുള്ള പാട്ടാണ്. ആ പാട്ടിലൊരു വരി എന്താ അറിയോ? അവരുടെ തറവാടിനെ കുറിച്ചുള്ള വരിയാണ്. ഭയങ്കര രസമുള്ള വരിക. അതിങ്ങനെയാ: കിലുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ എന്ന് പറഞ്ഞാല്, നീ ഇങ്ങനെ അക്ഷരം പറയാൻ തുടങ്ങിയ കാലം നീ പറഞ്ഞ വാക്കുകൾ നമ്മുടെ തറവാടിന്റെ ഓരോ മുറികളിലും ഇപ്പോഴും അതേപോലെ കിടക്കുന്നുണ്ട്. നമ്മുടെ തറവാടൊന്നും മറക്കൂല. നീ ഉപ്പ ഉമ്മ എന്ന് ആദ്യമായി വിളിച്ച ആ ശബ്ദം ഇപ്പോഴും അതേപോലെ അവിടെ കിടക്കുന്നുണ്ട്. അച്ഛ എന്നോ മുത്തശ്ശ എന്നോ നീ ആദ്യമായി വിളിച്ച വാക്കിന്റെ സ്വരം ഇപ്പോഴും നമ്മുടെ തറവാടിന്റെ ഓരോ റൂമുകളിലും ഉണ്ട്. രണ്ടാമത്തെ വരി എന്താ അറിയോ? മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. അങ്കണം എന്ന് പറഞ്ഞ മുറ്റം. മറന്നില്ല അങ്കണം നിൻ. നമ്മുടെ തറവാടിന്റെ മുറ്റം ഒരു കാലത്തും മറക്കൂല. നിൻ മലർപാദം പെയ്ത പുളകം. നീ ആദ്യമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ സമയത്ത് നിന്റെ ആ മൃദുലമായ പളുങ്ക് പോലെയുള്ള ചെറിയ കാലുകള് നമ്മുടെ തറവാടിന്റെ മുറ്റത്ത് ആദ്യമായി വെച്ച ഒരു നിമിഷമുണ്ട്. നീ ആ മുറ്റത്തൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഓടി നടന്ന നിമിഷങ്ങളുണ്ട്. എടാ, നീ അത് മറക്കും. പക്ഷെ നമ്മുടെ തറവാടിന്റെ മുറ്റം അത് മറക്കൂല. അതാ, മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. അതേപോലെയാണ് സ്കൂളുകളും. ഇതന്നെ കിലുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ. ആ കിളിക്കൊഞ്ചലുകളൊക്കെ ഒന്ന് വലിയ മനുഷ്യന്മാരായിട്ടുണ്ടാവും. അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും അല്ലേ? അത്രയേറെ വർഷങ്ങൾ താണ്ടിയ ഒരു കലാലയമാണ്. മിക്കവാറും അവരുടെ പേരക്കുട്ടികൾ പഠിക്കണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ? ഉണ്ടാവും. ആ, കുട്ടികളിവിടെ പഠിക്കണ്ടാവും. അതാ. അപ്പൊ അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. അത്രയേറെ കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചലുകൾ ഈ കലാലയത്തിന്റെ ഓരോ മുറികളിലും ഇപ്പോഴും പുളകം കൊള്ളുന്നുണ്ട്. അത്രയേറെ കുഞ്ഞിക്കാലുകൾ ഓടി നടന്ന മുറ്റമണ്ണി.